മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന അനേകം മക്കളിലേക്ക് എത്തിച്ചേരുന്ന പുണ്യമായ ദിവസങ്ങളിലൂടെയാണ് നവവത്സരത്തിൽ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയോ വളരെ തീക്ഷ്ണമായി അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കരങ്ങളെ കാണുവാനും അറിയുവാനും അച്ഛന് ഇഷ്ടമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. വലിയ ഒരു റേഞ്ച് വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. അത് ഏതോ ചില വ്യക്തികളുടെ സംഘടിതമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. പല ആളുകൾക്കും സുരക്ഷിതത്വമില്ല എന്ന് പറയാറുണ്ട്. വീട്ടിൽ താമസിക്കാൻ സുരക്ഷിതത്വമില്ല, ഹോസ്റ്റലിൽ താമസിക്കാൻ സുരക്ഷിതത്വമില്ല, ജീവിതത്തിൽ ഒന്നിനൊരു സുരക്ഷിതത്വമില്ല എന്ന് അനേക മക്കളുടെ കരച്ചിലും യാതനകളും ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവരോട് ഇതാ ഇന്ന് വചനം തരികയാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് വിജയമുണ്ടാകും. സുരക്ഷിതത്വവും വിജയവും തരാനായിട്ടുള്ള ഒരു വലിയ വചനമാണ് ഇന്ന് നമ്മൾ കേട്ടത്. നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ കർത്താവിൽ വിശ്വസിക്കണം. നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ അവിടുത്തെ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. നമ്മുടെ കുടുംബത്തിൽ സുരക്ഷിതത്വമില്ല എങ്കിൽ, നമ്മുടെ വിദ്യാലയ കലാലയങ്ങളിൽ മക്കൾക്ക് സുരക്ഷിതത്വമില്ല എങ്കിൽ ദൈവവിശ്വാസം ചോർന്നു പോകുന്നുണ്ടോ എന്ന് നീ ഒന്ന് ആലോചിക്കണം, ചിന്തിക്കണം. അതോടൊപ്പം തന്നെയാണ് നമുക്ക് വഴികാട്ടികളായിരിക്കുന്ന പ്രവാചകന്മാർ, അപ്പസ്തോലന്മാർ, വിശുദ്ധന്മാർ, വിശുദ്ധകൾ, രക്തസാക്ഷികൾ, ഇവരെ നമ്മൾ അനുകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മനോഹരമായ പൂന്തോട്ടം നശിപ്പിച്ച് കളയുന്നത് കാണാറില്ലേ? ചെടികൾ നട്ടു വളർത്തണം, കളകൾ താനെ വളരും. വളരുന്ന കളകളെ പറിച്ചു കളയുവാൻ ഓരോരുത്തരും തയ്യാറായില്ല എങ്കിൽ പൂന്തോട്ടം കാടായിത്തീരും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ പ്രയർ ലൈൻ ഷെയർ ചെയ്യുന്ന എല്ലാ വ്യക്തികളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.